Good morning, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ സ്റ്റെപ്പുകൾ, അതിൽ ഡിസൈൻ ആവശ്യമായ ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഡിസൈൻ പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സിലബസ് പ്രകാരം ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, റെക്ടാങ്കുലർ ആൻഡ് സ്ക്വയർ ഇതിന്റെ ഡിസൈൻ ആണ് പഠിക്കാനുള്ളത്. ഇന്ന് 3 ടൈപ്പ് പ്രോബ്ലം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇതില് ഡിസൈൻ കുറച്ച് ലെങ്തി ആണ്. റെക്ടാങ്കുലർ ആവുമ്പോൾ ഒന്നുകൂടി ലെങ്ത് കൂടും, അത് സ്ക്വയർ ആവുമ്പോൾ കുറച്ച് കുറയും. പിന്നീട് വരുന്നത് ഡെപ്ത് ഫ്രം ബെൻഡിങ് കൺസിഡറേഷനിൽ നിന്ന് മാത്രം ഡെപ്ത് കണ്ടുപിടിക്കാൻ പറയുന്ന ഒരു പ്രോബ്ലം ആണ്. ഇതില് 3 ടൈപ്പും, പ്രത്യേകിച്ച് സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലെങ്തിയർ സ്റ്റെപ്പുകളാണ്, എങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര ടഫ് ആയിട്ടുള്ള ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സ്ലാബിന്റെ അത്രയും ലെങ്തി അല്ല ഡിസൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിനോട് കടക്കുന്നതിന് മുന്നേ സ്റ്റെപ്പുകളൊന്ന് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത സ്റ്റെപ്പുകളൊന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഏരിയ ഓഫ് ഫൂട്ടിംഗ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് കോളത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡ് പ്ലസ് വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ്. വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ് നമ്മൾ 10% ഓഫ് ദി ലോഡ് കമ്മിങ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ 1.1 W by SBC, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഡിങ്ങിന്റെ ഏരിയ കിട്ടും, ഫൂട്ടിങ്ങിന്റെ ഏരിയ കിട്ടും. അതിൽ നിന്ന് നമ്മൾ റെക്ടാങ്കുലർ ആണെങ്കിൽ L&B അസ്യൂം ചെയ്യുന്നു, റേഷ്യോ അസ്യൂം ചെയ്യുന്നു. ഈ റേഷ്യോ എന്ന് പറയുന്നത് കോളത്തിന്റെ അതേ റേഷ്യോയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ട് L-ഉം B-യും കണ്ടുപിടിക്കുന്നു. ഇനി അതൊരു സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ, പ്രൊവൈഡ് ചെയ്യുന്ന സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ ഏരിയയുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്കൊരു സൈഡ് കിട്ടും. അടുത്തത് കാൽക്കുലേഷൻ ഓഫ് ഡെപ്ത് ബേസ്ഡ് ഓൺ ബെൻഡിങ് കംപ്രഷൻ, കാൽക്കുലേഷൻ ഓഫ് ഡെപ്ത് ബേസ്ഡ് ഓൺ വൺ വേ ഷിയർ ആൻഡ് ചെക്ക് ഫോർ ടു വേ ഷിയർ. ഇത്രയും സ്റ്റെപ്പുകളാണ് ജനറലി ഒരു ഫൂട്ടിങ്ങിന്റെ കേസിൽ സ്പെഷ്യൽ ആയിട്ട് വരുന്ന സ്റ്റെപ്പുകൾ. ഇനി ഫൂട്ടിംഗ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഒരു സ്ലാബ് ആണെങ്കിൽ ഒരു ബീമോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൽ വരുന്ന ബാക്കി സ്റ്റെപ്പുകൾ, ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേഷൻ, ദെൻ ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്, എല്ലാം ഇതിലും വരും. പിന്നീട് കൂടുതൽ ഓവറായിട്ട് ചെക്കുകൾ ഇതിലില്ല, എങ്കിലും ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ കാൽക്കുലേഷനും ഏരിയയുടെ കാൽക്കുലേഷൻ, ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേഷനും കൂടെ ജനറൽ ആയിട്ട് വരും. നമുക്ക് ഫസ്റ്റ് ഒരു ഡിസൈൻ പ്രോബ്ലം നോക്കാം. Design a rectangular isolated footing of uniform thickness for RC column bearing a vertical load of 600 kN and having a base size of 400 by 600 mm. The safe bearing capacity of soil may be taken as 120 kN per meter square. Use M20 concrete and Fe 415 steel. പറഞ്ഞിട്ടുള്ളത് ഒരു RC കോളം 600 kN ലോഡ് വരുന്ന ഒരു കോളത്തിന് സൈസ് 400 by 600 ആണ്. അതിന് ആവശ്യമായ ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യണം. SBC ഓഫ് സോയിൽ ഈസ് ഗിവൺ ആസ് 120 kN per meter square. നമ്മോട് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കോൺക്രീറ്റ് M20യും ഗ്രേഡ് ഓഫ് സ്റ്റീൽ Fe 415. നമ്മൾ എന്ത് ചെയ്യുന്നു? ഗിവൺ ഡാറ്റകൾ എഴുതുന്നു. W equal to 600 kN. സൈസ് ഓഫ് കോളം ഈസ് ഗിവൺ ആസ് 400 by 600 mm. Grade of concrete is M20 and grade of steel is Fe 415. And SBC of soil is 120 kN per meter square. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫൂട്ടിങ്ങിന്റെ ഡിസൈനിൽ വരുന്ന ഒരു പ്രശ്നം യൂണിറ്റ് കൺവേർഷൻസ് ആണ്. കാരണം മീറ്ററും MM-ഉം ഇടകലർന്ന് വരും. കാരണം ഫൂട്ടിങ്ങിന്റെ സൈസ് ജനറലി പറയാ മീറ്ററിലാണ്, എന്നാൽ കോളത്തിന്റെ സൈസ് MM-ലായിരിക്കും. നമ്മുടെ ഡിസൈനിലുള്ള ഇക്വേഷൻസ് ഒക്കെ FCK FI വാല്യൂ ഒക്കെ ന്യൂട്ടൺ പെർ MM സ്ക്വയറിലായിരിക്കും. അപ്പൊ കൺവേർഷൻസ് ശ്രദ്ധിക്കുക. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് സൈസ് ഓഫ് ഫൂട്ടിംഗ്. വെയിറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 600 kN ആണ്. ലെറ്റ് വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ് W ഡാഷ് ഈക്വൽ ടു 10% ഓഫ് വെയിറ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ 60 kN. അങ്ങനെ ടോട്ടൽ ലോഡ് വിൽ ബി 600 plus 60, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 660 kN. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ഫൂട്ടിംഗ് വിൽ ബി ടോട്ടൽ ലോഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. 660 by 120 is given as the SBC of the soil and you will get the area as 5.5 meter square. നമുക്ക്
ഇവിടെ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ 5.5ന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഫൂട്ടിങ്ങിന്റെ ഒരു സൈഡ് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആയതുകൊണ്ട് എക്സ്പെഷ്യലി കോളം റെക്ടാങ്കുലർ ആണ്, ലെങ്ത്തും ബ്രെഡ്ത്തും വ്യത്യാസമുണ്ട്. അത് അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫൂട്ടിങ്ങും റെക്ടാങ്കുലർ ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഏത് റേഷ്യോ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ജനറലി പ്രൊവൈഡ് ചെയ്യുക കോളത്തിന്റെ സൈസ് എന്താണോ, സൈസ് ഓഫ് കോളം എന്താണോ അതേ റേഷ്യോയിൽ, അതേ ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോയിലാണ് നമ്മൾ ഫൂട്ടിങ്ങിന്റെയും ലെങ്ത് ടു ബ്രെഡ്ത്ത് അസൈൻ ചെയ്യാം. അപ്പോൾ B/L ഈക്വൽ ടു അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 400/600 ഈക്വൽ ആയിരിക്കും. 400/600 അല്ലെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻസ് തന്നെ കൊടുക്കുക. 400 ലെങ്ത് വീതി കുറഞ്ഞ കോളത്തിന്റെ വീതി കുറഞ്ഞ ഭാഗത്ത് ഫൂട്ടിങ്ങിന്റെയും വിടുത്ത് കുറഞ്ഞ പോർഷൻ ആയിരിക്കണം. അപ്പോൾ 400/600 2/3 ആണ് B/L റേഷ്യോ കിട്ടിയത്. നമുക്കറിയാം B ഇൻറ്റു L ആണ് 5.5 എന്ന് പറയുന്നത്. എല്ലിന് പകരം എന്ത് ചെയ്യുന്നു, ബിക്ക് പകരം 2/3 L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് L ആസ് 2.9 മീറ്റർ. അങ്ങനെ ബിയുടെ വാല്യൂ 1.93 എന്നും കിട്ടി. നമുക്കിനി ഇത് റൗണ്ട് ഓഫ് ചെയ്യാം. വാല്യൂ നമ്മൾ ജനറലി കാണപ്പെടുന്ന 2.9 അല്ലെങ്കിൽ 1.93 എന്ന് പറയുന്ന ഫൂട്ടിങ്ങുകൾ റെയർ ആണ്. അപ്പോൾ സൈസ് ഓഫ് ഫൂട്ടിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2 മീറ്റർ ബൈ 3 മീറ്റർ. L നമ്മൾ 3 മീറ്ററിലോട്ടും ബി എന്ന് പറയുന്നത് നമ്മൾ 2 മീറ്ററിലോട്ടും റൗണ്ട് ചെയ്തു. അപ്പോൾ ഫൂട്ടിങ്ങിന്റെ സൈസ് എന്ന് പറയുന്നത് 2 മീറ്റർ ബൈ 3 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 600 കിലോന്യൂട്ടൺ ലോഡ് വരുന്ന ഒരു കോളത്തിന് താങ്ങാൻ 2 മീറ്റർ ബൈ 3 മീറ്റർ സൈസ് ഉള്ള ഒരു ഫൂട്ടിംഗ് നമ്മൾ ഡിസൈൻ ചെയ്തു. നമുക്കിനി അടുത്തത് എന്താണ്, അതിന്റെ പ്ലാൻ ഏരിയ കിട്ടിയിട്ടുള്ളൂ, ഡെപ്ത് കിട്ടിയിട്ടില്ല. ഡെപ്ത് ആണ് കാൽക്കുലേഷൻ. ഇപ്പൊ ആക്ച്വലി 600 കിലോന്യൂട്ടൺ ലോഡ് വരുന്നു, അത് സ്പ്രെഡ് ആയിട്ട് 2 മീറ്റർ ബൈ 6 മീറ്റർ സ്ക്വയർ പ്ലാൻ ഏരിയയിലൂടെ അത് സ്പ്രെഡ് ആവും. അങ്ങനെ ആവുമ്പോൾ നമ്മൾ സോയിലിൽ നിന്ന് വരുന്ന നെറ്റ് അപ്വേർഡ് പ്രഷർ എത്രയായിരിക്കും, 600 ബൈ ഇതിന്റെ പ്ലാൻ ഏരിയ ബൈ 6, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 100 kilonewton per meter square. P0 will be equal to 100 kilonewton per meter square. ഇതാണ് നെറ്റ് അപ്വേർഡ് പ്രഷർ. നമ്മൾ പറഞ്ഞു ഈ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം അല്ല, പക്ഷെ നമ്മൾ ഡിസൈൻ ആസ്പെക്റ്റിൽ നമ്മൾ അത് യൂണിഫോം ആയിട്ട് അസൈൻ ചെയ്യുക. അപ്പൊ നമ്മൾ ഇനി അടുത്ത കേസ് നമ്മൾ ഡെപ്ത് കാൽക്കുലേഷൻ ആണ്. നമ്മൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബെൻഡിങ് കംപ്രഷന്റെ കേസും 1 വേ ഷിയറിന്റെ കേസിലുമാണ്. എന്നിട്ട് 2 വേ ഷിയർ വെച്ചിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡെപ്ത്. നോർമലി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്, നോർമലി വരാറ് എപ്പോഴും 1 വേ ഷിയർ ആക്ഷൻ വഴി വരുന്ന ഡെപ്ത് ആയിരിക്കും എപ്പോഴും കൂടുതൽ. അതാണ് ഡിസൈൻ ഡെപ്ത് ആയിട്ട് നമ്മൾ എടുക്കാറ്. അപ്പോൾ എനിവേ ഡെപ്ത് ഓൺ ദ ബേസിസ് ഓഫ് ബെൻഡിങ് കംപ്രഷൻ, വി നോ ദാറ്റ് L ഈക്വൽ ടു 3 മീറ്റർ, B ഈക്വൽ ടു 2 മീറ്റർ, A സൈഡ് അല്ലെ കോളത്തിന്റെ ലെങ്തിയർ സൈഡ് ഈക്വൽ ടു 0.6 മീറ്റർ ആൻഡ് B ഈക്വൽ ടു 0.4 മീറ്റർ. നമുക്ക് റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആയതുകൊണ്ട് XX ആൻഡ് YY രണ്ട് ഫേസ് ഓഫ് ദ കോളത്തിന്റെ രണ്ട് എഡ്ജുകൾ ഉണ്ട് അല്ലെ. നമ്മൾ IS കോഡിൽ പറഞ്ഞിട്ടുള്ളത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വിൽ ബി അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം. ഇഫ് കോളം ഈസ് റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കോളമോ വാളോ ആണെങ്കിൽ ഫേസ് ഓഫ് ദ കോളത്തിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. ഈ ഡയഗ്രത്തിന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് റെക്ടാങ്കുലറിൽ രണ്ട് സിമെട്രിക് അല്ലാത്തത് കൊണ്ട് രണ്ട് ഡയറക്ഷനിൽ രണ്ട് ലെങ്ത്തും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് രണ്ട് ഡയറക്ഷനിൽ എന്ത് ചെയ്യണം, ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ MXX will be equal to നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ ആണ് P0 into L into B minus B the whole square by 8. Our P0 is 100 and L equal to 3 meter, B equal to 2 meter. അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ MXX we will get that 96 kilonewton meter. MXX ഈ MXX എന്ന് പറയുമ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ആക്ഷൻ ആണല്ലേ. ഇങ്ങനെ ആക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ബെൻഡിങ് മൊമെന്റ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഈ ഇതൊരു ബീമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഇവിടെയും സപ്പോർട്ടുള്ള ഒരു ബീമാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക അല്ലെ. രണ്ടെങ്കിലും സപ്പോർട്ടുള്ള ഒരു യൂണിറ്റ് വിടുത്തുള്ള ബീമാണ് എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ആസ്പെക്റ്റിൽ ചെയ്യുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ XX ബെൻഡിങ് മൊമെന്റ് എടുക്കുമ്പോൾ തിരിച്ച് YY ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിലാണ് ബെൻഡിങ് മൊമെന്റ് എടുക്കുന്നതെങ്കിൽ എന്തായി, ഈ രണ്ട് സൈഡിലും സപ്പോർട്ടുള്ള ഒരു ബീം പോലെ ഇത് ആക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ നിങ്ങൾക്ക് ബീമിനെ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അബൌട്ട് YY ഡയറക്ഷനിൽ MYY ഈക്വൽ ടു നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ തന്നെയാണ് P0B into L minus A the whole square by 8.
100 into 2 into 3 minus 0.6 the whole square by 8, you will get the value as 144 kilonewton meter. അപ്പോൾ mxx എന്ന് പറയുന്നത് 96ഉം myy എന്ന് പറയുന്നത് 144 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും 144 is the higher value. അപ്പോൾ നമ്മൾ ഡിസൈൻ കൺസിഡറേഷനിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് along the yy ആക്സിസ് ആണ്. അതായത് നമ്മൾ ഈ ഒരു കേസ് ഈ ഒരു സെക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ലാബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കേസ് എന്ന് പറയുന്നത് ഇവിടെയും സപ്പോർട്ടുള്ള രീതിയിലുള്ള ഒരു ബീമായിട്ട് ആ ബീമിനെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു അതുപോലെയാണ് ഇതിന്റെ ഷിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ MYY എന്ന് പറയുന്നത് MXXനേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് നമുക്ക് ഡിസൈൻ ബെൻഡിങ് മൊമെന്റ് എത്രയാണ്? നമുക്ക് ബെൻഡിങ് മൊമെന്റ് കിട്ടിയിട്ടുള്ളൂ, നമ്മളിവിടെ ഫാക്ടേർഡ് ലോഡ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 1.5 ടൈംസ് MYY, യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 216 കിലോന്യൂട്ടൺ മീറ്റർ. ഇനി നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റിലാണെങ്കിൽ MU ലിമിറ്റിന്റെ ഇക്വേഷൻ ഉണ്ട്. 0.36 FCK XU max by D into 1 minus 0.426 XU max by D VD square. ഈ ഒരു ഇക്വേഷനെ നമ്മള് FCKയുടെ വാല്യൂ 20 FE415 ആണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ XU max by D യുടെ വാല്യൂ നമുക്കറിയാം. വാല്യൂ എല്ലാം പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് D equal to root of MU limit by 0.138 FCKB. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ഇക്വേഷൻ തന്നെയാണ് MU limit equal to 0.138 FCK BD square എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ നമ്മുടെ വലിയ ഇക്വേഷനിൽ നിന്ന് XU max by D യുടെ വാല്യൂ XU max by D യുടെ വാല്യൂ അതായത് FE415ന്റെ കേസിൽ മാത്രം നമ്മൾ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. D equal to അപ്പോൾ MU limit will be equal to 0.36 FCK എന്നുള്ള ഇക്വേഷനിൽ XU max by D യുടെ വാല്യൂ FE415 ആകുമ്പോൾ നമുക്കറിയാം. ആ വാല്യൂ പുട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ഇക്വേഷൻ കിട്ടുന്നത്. And D will be equal to root of 216 into 106 by 0.138 into 20 into 2000. ഇവിടെ B എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഡയറക്ഷനിലുള്ള MYY ആണ് കൺസിഡർ ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഈ B എന്ന് പറയുന്ന വാല്യൂ വന്നത്. നമുക്ക് വിഡ്ത്ത് ഓഫ് ദി ബീം ഓർ സ്ലാബ് ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ നിങ്ങൾക്കറിയാം ഒരു ബീം ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഈ സെക്ഷൻ ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ Z ഡയറക്ഷനിലോട്ട് വരുന്ന അല്ലെ ആ ഒരു വാല്യൂ ആണ് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് B എന്നുള്ള നൊട്ടേഷൻ വന്നിട്ടുള്ളത്. ഇവിടെ ആക്ച്വലി നമ്മുടെ ഇക്വേഷനിൽ സ്മോൾ b ആണ്. നമ്മൾ ഇവിടെ ഇതും നമ്മുടെ സ്ലാബ് എല്ലാം ഡിസൈൻ ചെയ്തതുപോലെ ബീം ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യാറ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിയുടെ വാല്യൂ 197.81 mm എന്ന് കിട്ടും. നമുക്കത് റൗണ്ട് ചെയ്ത് 200 mm ആക്കാം. ഇനി ഫൂട്ടിങ്ങിന്റെ കേസിൽ വരുമ്പോൾ 60 mm എഫക്റ്റീവ് കവർ നമ്മൾ അസ്യൂം ചെയ്ത് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് വിൽ ബി ഈക്വൽ ടു 260 mm. ഫൂട്ടിങ്ങിന്റെ കേസ് സംബന്ധിച്ചിടത്തോളം കോളത്തിനേക്കാളും കവറിങ് കൂടുതൽ വേണ്ട കേസുകളാണ് ഫൂട്ടിങ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഫൂട്ടിംഗ് എന്ന് പറയുന്നത് എർത്തുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് ഉള്ള ഒരു പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റുകൾ കൊറോഡ് ചെയ്യാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ കവറിങ് കൂടുതലായിട്ട് കൊടുക്കണം. നോർമലി പ്രൊവൈഡ് ചെയ്യുക 50 mm കവർ ആണ് ക്ലിയർ കവർ. നമ്മുടെ എഫക്റ്റീവ് കവർ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു 60 mm എഫക്റ്റീവ് കവർ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് യു വിൽ ഗെറ്റ് ടോട്ടൽ ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് യു വിൽ ഗെറ്റ് as 260 mm ഫ്രം എന്ത് ബെൻഡിങ് കൺസിഡറേഷനിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ഡി എഫക്റ്റീവ് കവർ വിൽ ബി ഈക്വൽ ടു 200 mm. ഇനി ഡെപ്ത് ഓൺ ദ ബേസിസ് ഓഫ് വൺ വേ ഷിയറുടെ ബേസിസിൽ ഉണ്ടാവുന്ന ഡെപ്ത്. ഇവിടെ നമ്മുടെ ബീം we have L equal to 3 meter and B equal to 2 meter and A equal to 0.6 and B equal to 0.4 meter. നമ്മുടെ പറഞ്ഞു ഇവിടെ V1 and V2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്തു മാക്സിമം ബെൻഡിങ് വരുന്ന കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു.
നമ്മുടെ ബീം ആക്ച്വലി എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരണം ഈ രണ്ട് സൈഡിൽ സപ്പോർട്ടുള്ള ഒരു ബീം ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് സൈഡിൽ മാത്രം. അപ്പോൾ നമ്മൾ V2 ഈ ഡയറക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. V2 ഈക്വൽ ടു P0 ഇൻറ്റു B ഇൻറ്റു L മൈനസ് A ബൈ 2 മൈനസ് D. ഓക്കെ, P0യുടെ വാല്യൂ നമുക്കറിയാം 100, B2 L ഈക്വൽ ടു 3 മൈനസ് 0.6 ബൈ 2 മൈനസ് D. ഇവിടെ നമ്മൾ ഇക്വേഷനിൽ D അതുപോലെ തന്നെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ വരുന്ന ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നു, ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ഷിയർ സ്ട്രെങ്ത്തുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യാറ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, യൂണിറ്റുകൾ മാറാൻ പാടില്ല. 200 ഇൻറ്റു 1.2 മൈനസ് D കിലോ ന്യൂട്ടണിലാണ്. കാരണം നമ്മുടെ 100 എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിനെ ന്യൂട്ടണിലോട്ട് മാറ്റി 200,000 അത് 2 lakh ഇൻറ്റു 1.2 മൈനസ് D ഇൻറ്റു അത്രയും ന്യൂട്ടൺ. ഇനി ഇവിടെ നമ്മൾ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. Factored shear force equal to V2 into 1.5. That will be equal to 3000 into 1.2 minus D Newton. ചില പുസ്തകങ്ങളിൽ ഈ P0യുടെ വാല്യൂ ഫാക്ടേർഡ് ആക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഷിയർ ഫോഴ്സിനും ബെൻഡിങ് മൊമെന്റിനും സെപ്പറേറ്റ് വീണ്ടും ഫാക്ടേർഡ് ആക്കേണ്ട 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ നിങ്ങൾ കൺവീനിയൻസ് പോലെ ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, P0യുടെ നേരത്തെ ആക്ച്വൽ വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്, അതിന് ഫാക്ടേർഡ് ആയിട്ടുള്ള വാല്യൂ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഷിയർ ഫോഴ്സിനെ വീണ്ടും എന്ത് ചെയ്യണം, 1.5 മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഷിയർ സ്ട്രെസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് ഏരിയ. ഷിയറിംഗ് ഏരിയ എന്താണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, 2-2ലുള്ള അല്ലെ, 2-2ലുള്ള ഇതായതുകൊണ്ട് ഈ ബ്രെഡ്ത്ത് ഇൻറ്റു അവിടെ സ്ലാബിന്റെ തിക്നെസ് B ഇൻറ്റു D അല്ലെ. അപ്പോൾ 3,450 into 1.2 minus D by 2D. 2 into D അല്ലെ, 2 നമ്മൾ വിടുത്താണ്, D എന്ന് പറയുന്നത് നമ്മൾ അവിടെ D നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ IS 456 ടേബിൾ 90ൽ നിന്നും നമുക്ക് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അതിൽ പക്ഷെ അവിടെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ അവിടെ പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് ആവശ്യം. അപ്പോൾ M20 കോൺക്രീറ്റ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് 0.3% നമ്മൾ അസ്യൂം ചെയ്യാണ്. ജനറലി 0.2, 0.3 ഒക്കെയാണ് അസ്യൂം ചെയ്യാറ്. അസ്യൂമിങ് അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് 0.3% അസ്യൂം ചെയ്യും. അപ്പോൾ M20 കോൺക്രീറ്റ് ആൻഡ് P equal to 0.3%, we will get TOC equal to 0.384 Newton per mm square. ടേബിൾ 90ൽ നിങ്ങൾക്കറിയാം അവിടെ 0.2 കഴിഞ്ഞാൽ പിന്നെ 0.25 കഴിഞ്ഞാൽ 0.3, 0.15, 0.25, 0.5 തുടങ്ങിയ വാല്യൂകൾക്കാണ് അവിടെ ടോസിയുടെ വാല്യൂ കൊടുത്തിട്ടുള്ളത് ഓരോ ഗ്രേഡ് കോൺക്രീറ്റിനും. അപ്പോൾ 0.3 എന്ന വാല്യൂന് അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഇന്റർപോളേറ്റ് ചെയ്യേണ്ടി വരും. ഇന്റർപോളേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് ടോസി ഈക്വൽ ടു 0.384 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ടേബിൾ 90 നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഡിസൈൻ ഓഫ് ബീംസിലും നമ്മൾ സ്ലാബ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ പേജ് 73 ഓക്കെ, അവിടെയുള്ള ഇന്റർപോളേഷൻ ഒക്കെ ഇനി വീണ്ടും കാണിക്കുന്നില്ല. നിങ്ങൾക്കറിയാം നമുക്ക് പെർസെൻറ്റേജ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് 0.3 ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.384 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. യൂണിറ്റുകൾ ശ്രദ്ധിക്കുക, ആ ടേബിളിൽ കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ടോസിയും ടോവിയും ഇക്വേറ്റ് ചെയ്യുന്നു. നമ്മൾ ടോവി കണ്ടുപിടിച്ചത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോസിയെയും കൂടി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് 0.384 ഇൻറ്റു 10⁻6 അല്ലെ, ന്യൂട്ടൺ പെർ mm സ്ക്വയറിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻6. അങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will get D equal to 0.337. D equal to 337, say 340 mm നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് കിട്ടി. അപ്പോൾ വൺ വേ ഷിയറിനെ ബേസ് ചെയ്ത് ഉള്ള ഡെപ്ത് എന്ന് പറയുന്നത്, ആവശ്യമായ ഡെപ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്ക് നേരത്തെ കിട്ടിയത് 200 ആണ്. ബെൻഡിങ് കംപ്രഷൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ 200 ആണ്. നമുക്ക് വൺ വേ ഷിയർ വെച്ച്
വേണ്ട ഡെപ്ത് എന്ന് പറയുന്നത് 340 mm ആണ്. 60 mm കവറും കൂടെ അസ്യൂം ചെയ്താൽ ടോട്ടൽ ഡെപ്ത് വിൽ ബി 400 mm. അപ്പൊ ഇതായിരിക്കും നമ്മളുടെ ഡിസൈൻ ഡെപ്ത്. കാരണം വൺ വേ ഷിയറിനെ കൺസിഡർ ചെയ്ത് കിട്ടുന്ന ഡെപ്ത് എന്ന് പറയുന്നത് ബെൻഡിങ് കംപ്രഷനേക്കാളും ഹയർ ആയതുകൊണ്ട് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദി ഫൂട്ടിംഗ് വിൽ ബി 340 mm. ഇനി ചെക്ക് ഫോർ ടു വേ ഷിയർ. ടു വേ ഷിയറിന്റെ കേസിൽ വാല്യൂ നമ്മൾ കിട്ടിയ ഡെപ്ത് ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഇൻ കേസ് എങ്ങാനും ചെക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടു വേ ഷിയറിന്റെ കേസിൽ വെച്ചിട്ട് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ പഞ്ചിങ് ഷിയർ ഫോഴ്സ് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ നമുക്കറിയാം. ടു വേ ഷിയർ എന്ന് പറയുന്നത് പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, കോളത്തിന്റെ ഫേസിൽ നിന്നും d/2 ഡിസ്റ്റൻസ് 4 സൈഡിലും ഉള്ള ഈ ഒരു പെരിമീറ്റർ, ഒരു റെക്ടാങ്കിൾ അല്ലെ, അത്രയും ഓഫ്സെറ്റ് ഉള്ള റെക്ടാങ്കിളിന്റെ ലാണ് പഞ്ചിങ് ഷിയർ നടക്കുന്നത് ആസ് പെർ IS 456. അപ്പൊ നമുക്ക് പഞ്ചിങ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന് കാരണമാവുന്നത് ഈ ഒരു ഹാച്ച് ചെയ്ത ഏരിയ ആണ്. അപ്പോ P0 ഇൻറ്റു ഈ ഹാച്ച്ഡ് ഏരിയ. ഈ ഹാച്ച്ഡ് ഏരിയ എന്ന് കിട്ടാൻ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഏരിയയിൽ നിന്നും ഈ സെന്ററിലുള്ള ഏരിയ കുറക്കുന്നു. അപ്പൊ P0 ഇൻറ്റു B ഇൻറ്റു L മൈനസ് A പ്ലസ് D ഇൻറ്റു B പ്ലസ് D. 100 ഇൻറ്റു 3 ഇൻറ്റു 2 മൈനസ് 0.6 ആണ് നമ്മുടെ A. 0.34 നമുക്ക് കിട്ടിയ വാല്യൂ സ്മോൾ d ഇല്ലേ, ഇൻറ്റു 0.4 പ്ലസ് 0.34. You will get the value as 530.44 kilonewton. യൂണിറ്റ്സ് മാറരുത്, കാരണം 100 എന്ന് പറയുന്ന വാല്യൂ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായതുകൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം മീറ്ററിലാണ് നമ്മൾ പുട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ വിയുടെ വാല്യൂ നമുക്ക് കിലോ ന്യൂട്ടണിലാണ് കിട്ടുക. അങ്ങനെ നമ്മൾ ഫാക്ടർഡ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. 1.5 ഇൻറ്റു 530 വിൽ ഗെറ്റ് ആസ് 795.66. ഇനി നമുക്ക് പഞ്ചിങ് ഷിയർ കാരണമുള്ള ഷിയർ സ്ട്രെസ് അവിടെ വരുന്ന ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? വി ബൈ ഷിയറിംഗ് ഏരിയ. നമ്മൾ കഴിഞ്ഞു ഷിയർ ഫോഴ്സ് ബൈ ഷിയറിംഗ് ഏരിയ. ഷിയറിംഗ് ഏരിയ അവിടെ വരുന്ന എന്താണ്? ഈ പെരിമീറ്ററിലാണ് ഷിയർ ചെയ്യുന്നത് അല്ലെ, ഈ ഒരു ഡോട്ടഡ് റെക്ടാങ്കിൾ എന്ന വരുന്ന ലൈനിലാണ് ഷിയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പെരിമീറ്റർ ഇൻറ്റു ഡെപ്ത്. പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര വരും? 2 ഇൻറ്റു രണ്ട് സൈഡ് അല്ലേ, A പ്ലസ് ഡി എന്ന് പറയുന്നത് ഈ സൈഡും ഈ സൈഡും. അപ്പൊ 2 ഇൻറ്റു A പ്ലസ് ഡി പ്ലസ് 2 ഇൻറ്റു B പ്ലസ് ഡി. അപ്പോ 2 ഇൻറ്റു A പ്ലസ് ഡി പ്ലസ് B പ്ലസ് ഡി ഇൻറ്റു ഡി. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 696481.1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. അതിന് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്താൽ 696481.1 ഇൻറ്റു 10⁻⁻6 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പോൾ ടോവിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.696 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇനി പഞ്ചിങ് ഷിയറിന്റെ കേസിൽ അലോവബിൾ ഷിയർ സ്ട്രെസ് നമുക്ക് IS 456 പറഞ്ഞു തരുന്നുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റ് ആണ്. പേജ് 58 ആൻഡ് 59 പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് അലോവബിൾ ഷിയർ സ്ട്രെസ് ഇൻ കേസ് ഓഫ് പഞ്ചിങ് ഷിയർ. നമ്മൾ ഫൂട്ടിങ്ങിന്റെ ഡയഗ്രം ഒക്കെ അവിടെ വരച്ചിട്ട് ഒരു പേജ് കാണാൻ പറ്റും, പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ടോസി വിൽ ബി ഈക്വൽ ടു KS ഇൻറ്റു 0.25 റൂട്ട് FCK എന്ന് പറയുന്നത്. അത്രയാണ് മാക്സിമം അലോവബിൾ ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് വരാൻ പാടുള്ളൂ. അവിടെ KS എന്ന് പറയുന്ന വാല്യൂ എന്താന്ന് പറയുന്നത്, KS വിൽ ബി ഈക്വൽ ടു 0.5 പ്ലസ് ബീറ്റ സി. 0.5 പ്ലസ് ബീറ്റ സി എന്ന് മാത്രമല്ല, KSന്റെ വാല്യൂ ഒരിക്കലും 1നേക്കാളും കൂടാൻ പാടില്ല. 1നേക്കാളും കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? KSന്റെ വാല്യൂ 1 എടുക്കും. ഈ ബീറ്റ സി എന്ന് പറയുന്നത് കോളത്തിന്റെ ഷോർട്ട് ടു ലോങ് സൈഡ് ഓഫ് ദ കോളം, അതായത് കോളത്തിന്റെ റേഷ്യോ ഓഫ് ഷോർട്ടർ സൈഡ് ടു ലോങ്ങർ സൈഡ് ആണ് ബീറ്റ സി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേസിൽ എന്ത് ചെയ്യും? 0.4 ബൈ 0.6 അല്ലെ. അപ്പൊ KSന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.5 പ്ലസ് 0.4 ബൈ 0.6 യു വിൽ ഗെറ്റ് ആസ് 1.17. 0.4 ബൈ 0.6 എന്ന് പറയാൻ കാരണം ഷോർട്ടർ ബൈ ലോങ്ങർ ഡയമെൻഷൻ. ഓക്കെ, പക്ഷെ 1.17 എന്നുള്ളത് 1നേക്കാളും കൂടുതലായതുകൊണ്ട് നമുക്ക് വരുന്ന വാല്യൂ KS വിൽ ബി ഈക്വൽ ടു 1. അപ്പൊ ടോസിയുടെ വാല്യൂ KS ഇൻറ്റു 0.25 റൂട്ട് FCK ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 ഇൻറ്റു 0.25 ഇൻറ്റു റൂട്ട് 20. യു വിൽ ഗെറ്റ് ആസ് 1.118 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പൊ അലോവബിൾ ആയിട്ടുള്ള പഞ്ചിങ് ഷിയറിന്റെ കേസിൽ വരുന്ന അലോവബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 1.118 ആണ്. അത് ആക്ച്വലി നമ്മുടെ വരുന്ന ഷിയർ സ്ട്രെസ്, അവിടെ വരുന്ന ഷിയർ സ്ട്രെസ്സിനേക്കാളും ടോബിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ടു വേ ഷിയറിൽ ചെക്ക് ഓക്കെ ആണ്. നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് അവിടെ പഞ്ചിങ് ഷിയർ ഫോഴ്സ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 0.696 ആണ്.
അതുകൊണ്ട് ചെക്ക് ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ഡെപ്ത് നമ്മൾ ഏത് ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്? വൺ വേ ഷിയർ വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഡെപ്ത് ആണ് നമ്മൾ ഡിസൈൻ ഡെപ്ത്. സോ പ്രൊവൈഡ് ഡി ഈക്വൽ 340 mm ആൻഡ് ക്യാപിറ്റൽ ഡി ഈക്വൽ ടു 400 mm. ഇനി അടുത്ത സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. ഇവിടെ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആയത് കാരണം ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിലും, റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആയത് കാരണം രണ്ട് ഡയറക്ഷനിലും വരുന്ന ബെൻഡിങ് ഡിഫറെന്റ് ആയതുകൊണ്ട് അവിടെ വരുന്ന ഏരിയ ഓഫ് സ്റ്റീലും അല്ലെങ്കിൽ സ്റ്റീൽ റീൻഫോഴ്സ്മെന്റും രണ്ട് ഡയറക്ഷനിലും ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ജനറലി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫൂട്ടിങ്ങിന്റെ കേസ് ബോട്ടത്തില് രണ്ട് ലെയർ ആയിട്ടാണ് നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്. ബോട്ടത്തില് രണ്ട് ലെയർ, ഇപ്പോ ഇങ്ങനെ ഒരു റീൻഫോഴ്സ്മെന്റും പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു റീൻഫോഴ്സ്മെന്റും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ജനറലി റീൻഫോഴ്സ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഏരിയ ഓഫ് സ്റ്റീൽ അലോങ് ലെങ്ത് എൽ, ലെങ്ത് എല്ലില് ഉള്ള ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണം. ഓക്കെ, സോറി, ഓക്കെ. വൺ മിനിറ്റ്, ഒരു ഡയഗ്രാം ഇതിലൊന്ന് ഉൾപ്പെടുത്തുന്നത്. ഒറ്റ മിനിറ്റ്. ഓക്കെ, നമ്മൾ ആ ഡയഗ്രാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഏരിയ ഓഫ് സ്റ്റീൽ അലോങ് ലെങ്ത് എൽ, നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റീൽ എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് വൈസ് ഉള്ള സ്റ്റീലാണ്. അപ്പൊ നമുക്ക് ഏത് ഡയറക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് കിട്ടുന്നത്? എം വൈ വൈ അല്ലേ, നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബീമിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ. അപ്പൊ എം വൈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് എ എസ് ടി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എ എസ് ടിയുടെ ഇക്വേഷൻ അറിയാം. എം യു ഈക്വൽ ടു 0.87 എഫ് ഐ എ എസ് ടി ഡി 1 മൈനസ് എഫ് ഐ എ എസ് ടി ബൈ ബി ഡി എഫ് സി കെ എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് ബാക്കി എല്ലാ വാല്യൂസും അറിയാം. എം യുടെ വാല്യൂ അറിയാം. നമുക്ക് എന്ത് ചെയ്യുന്നു? എ എസ് ടി കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ്, നമ്മൾ എലോങ് ലെങ്ത് ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റീൽ റീൻഫോഴ്സ്മെന്റിൽ കണ്ടുപിടിക്കണം, എലോങ് ലെങ്ത്തും എലോങ് ബ്രെഡ്ത്തും. എലോങ് ലെങ്ത് എൽ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മുടെ റീൻഫോഴ്സ്മെന്റ് നമ്മുടെ മേജർ ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഹയർ ആയിട്ടുള്ളത് ഈ ഒരു സെക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ഷനിലുള്ള റീൻഫോഴ്സ്മെന്റുകളാണ് ആദ്യം പ്ലേസ് ചെയ്യുന്നത്. അതാണ് മെയിൻ ബാർ അല്ലെ, പ്രൈമറി റീൻഫോഴ്സ്മെന്റ്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു എം വൈ വൈ എന്നുള്ള ബെൻഡിങ് മൊമെന്റ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എ എസ് ടിയുടെ വാല്യൂ കിട്ടിയത് 1865.8 mm² എന്നാണ്. നമ്മൾ 12 mm ഡയ ബാർസ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാർസ് വിൽ ബി 16.49. ദാറ്റ് വിൽ ബി സേ 17 ബാർസ്. ഈ ബാർസ് 17 ബാറുകൾ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യണം അല്ലെ, ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. 17 ബാറുകൾ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഇതാണ് നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് ഏരിയ ഓഫ് സ്റ്റീൽ അലോങ് ലെങ്ത് എൽ. ഇനി സെയിം കേസ് തന്നെ നമുക്ക് അലോങ് ബ്രെഡ്ത്തും കൂടെ കണ്ടുപിടിക്കണം അല്ലെ. അലോങ് വിഡ്ത്ത് ബി കൺസിഡറിംഗ് ബെൻഡിങ് മൊമെന്റ് അലോങ് എക്സ് ഡയറക്ഷൻ. നമുക്ക് പുറകെയുള്ള ഫിഗർ നോക്കിയാൽ കിട്ടും. നമുക്ക് ഇങ്ങനെയാണ് ഇനി റീൻഫോഴ്സ്മെന്റിൽ പ്ലേസ് ചെയ്യണം, അലോങ് വിഡ്ത്ത് ബി. അപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ബീം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ സെക്ഷൻ ഇങ്ങനെ എക്സ് ഡയറക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ എക്സ് ഡയറക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് വാല്യൂ എത്രയാണ്? 96 into 1.96 ആണ് നമുക്ക് ഫാക്ടർഡ് അല്ലാതെ കിട്ടിയത്. ഫാക്ടർഡ് ചെയ്യുമ്പോൾ 96 into 1.5. നമുക്ക് ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ എഫക്റ്റീവ് ഡെപ്ത് എടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം കൂടെ വരും. കാരണം നമുക്കറിയാം ഒരു ബീമില് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടത്തിൽ അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്ന റീൻഫോഴ്സ്മെന്റിന് ടോപ്പിൽ നിന്നും ആ റീൻഫോഴ്സ്മെന്റ് സെന്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി ഡി എന്ന് പറയുന്നത്, സ്മോൾ ഡി. നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ലെയർ ഓഫ് റീൻഫോഴ്സ്മെന്റ് ഇങ്ങനെ പോയി. നമുക്ക് നെക്സ്റ്റ് ലെയർ ആണ്
റീഇൻഫോഴ്സ്മെന്റ് ആണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ആ ലെയർ ആയിട്ട് വരുന്ന ബാർ എന്ന് പറയുന്നത് ക്രോസ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും അല്ലെ, ഇങ്ങനെയാണ് ആ ബാറുകൾ വരുന്നത്. ഈ ബാറിന്റെ സെന്ററിലോട്ടാണ് ഇനി എടുക്കുന്ന എഫക്റ്റീവ് ഡെപ്ത് അല്ലെ. അപ്പൊ നമുക്ക് രണ്ടും ഈ ബാറുകളും 12 mm ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള ഡെപ്തിൽ നിന്നും ഒരു 12 mm ബാറിന്റെ ഡയ എന്ത് ചെയ്തു കുറയും. ഇനി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോ നമുക്ക് ഇതിന്റെ സെന്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇപ്പൊ നമുക്ക് 340 എന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് തൊട്ട് മുകളിലുള്ള ബാറിന്റെ സെന്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ അടുത്ത ഇക്വേഷനിൽ പുട്ടേണ്ടത്. അപ്പോ ഇവിടെ ഒരു ഡയമീറ്ററിന്റെ ഹാഫും ഇവിടെ ഇതിലുള്ള ഒരു ഡയമീറ്ററിന്റെ ഹാഫും കൂടെ വരും. ഒന്ന് ബൾക്കായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് താഴത്തെ 12 mm ബാർ എന്ന് വിചാരിക്കുക, ഇത് അടുത്ത ലെയർ 12 mm ബാർ എന്ന് വിചാരിക്കുക. നമുക്ക് ഇപ്പോ കിട്ടിയത് ഡെപ്ത് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ് ടോപ്പിൽ നിന്നും. നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു വാല്യൂ ആണ് ടോപ്പിൽ നിന്ന് തന്നെ, സെയിം ടോപ്പിൽ നിന്ന് തന്നെ ഈ ഒരു വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഈ 12 mm ബാറിന്റെ പകുതി ഇവിടെയും ഒരു പകുതി ഇവിടെയും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഒരു 12 mm എന്ത് ചെയ്യണം, എഫക്റ്റീവ് ഡെപ്ത് നിന്ന് നമുക്ക് കുറക്കണം. അപ്പൊ സെക്കൻഡ് ലെയർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്, ഫസ്റ്റ് ലെയറിൽ നിന്നും ഒരു 12 mm കുറച്ചാണ്. 340 minus 12 mm that will be equal to 328. നമുക്ക് അറിയാം റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആകുമ്പോഴാണ് ഇത്രയും കോംപ്ലിക്കേഷൻസ് വരുന്നത്. സ്ക്വയർ ഫൂട്ടിംഗ് ആകുമ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യം വരില്ല. നമുക്ക് സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ ഒരു ഡിസൈൻ കൂടെ ചെയ്യാം. ഓക്കെ, അങ്ങനെ എം യുടെ വാല്യൂ എക്സ് ഡയറക്ഷനിലെ ബെൻഡിങ് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് AST കിട്ടുന്നു. AST will be equal to 1248.85. നമ്മൾ 12 mm ഡയ ബാർസ് തന്നെ അസ്യൂം ചെയ്യുന്നു. നമ്പർ ഓഫ് ബാർസ് വിൽ ബി ഈക്വൽ ടു 11.04. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 12 ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ പ്രൊവൈഡ് 17 numbers of 12 mm bars along length and 12 numbers of 12 mm bars along width of footing. 17 numbers ലെങ്ത്തിലും 12 numbers വിഡ്ത്തിലും. ഇനി അടുത്ത എന്താണ്, ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്. ഇവിടെ ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ചെക്ക് എന്ന് പറയുമ്പോൾ കോളത്തിൽ നിന്ന് വരുന്ന റീഇൻഫോഴ്സ്മെന്റിന് ഡെവലപ്മെന്റ് ലെങ്ത് കിട്ടുന്നുണ്ടോ എന്നാണ് പ്രൊവൈഡ് ചെയ്യുക. ആക്ച്വലി കോഡ് പറയുന്നത് ഒരു കോളത്തിൽ നിന്ന് വരുന്ന റീഇൻഫോഴ്സ്മെന്റ് കോളത്തിന്റെ ഫേസും കഴിഞ്ഞ് ഒരു ഡെവലപ്മെന്റ് ലെങ്ത് ഫൂട്ടിങ്ങിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. നോർമലി ഒരു ഡെവലപ്മെന്റ് ലെങ്ത് ഫൂട്ടിങ്ങിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മളുടെ ചെക്ക് എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ കോളത്തിന്റെ ബാറ് ഇന്റെ ഡെവലപ്മെന്റ് ലെങ്ത് എത്രയാണോ വരുന്നത് അത്രയും ലെങ്ത് ഇവിടെ കോളം കഴിഞ്ഞിട്ട് ഒരു സൈഡിലോട്ട് ഫൂട്ടിങ്ങിന്റെ സൈസ് ഉണ്ടോ എന്നാണ് നോക്കുക. അത്രയും ലെങ്ത് ഇവിടെ കിട്ടുമോ, കാരണം ഇതിൽ നിന്ന് വരുന്ന ബാർ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങോട്ടറ്റം പോകണം. ഇവിടെ ഒരു കവറും കൂടെ മൈനസ് ആവും. അത് ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിക്കുന്നു. ഡെവലപ്മെന്റ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇക്വേഷൻ 0.87 FI 5/4 ടോപ്പ് BD. ഇവിടെ ഫൈയുടെ വാല്യൂ ഉണ്ട്. നമ്മൾ കോളത്തിലെ റീഇൻഫോഴ്സ്മെന്റ് 5 ആണ് ആക്ച്വലി വേണ്ടത്. അത് നമ്മൾ സെയിം തന്നെയായിട്ട് അസ്യൂം ചെയ്യുന്നു. ഫൂട്ടിങ്ങിലെ 12 mm ബാർ തന്നെയായിട്ട് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ 0.87 415 12/4 into 1.2 into 1.6. 1.2 എന്ന് പറയുന്നത് FCK 20യുടെ വാല്യൂ, M20ക്ക് 1.2 ആണ്. 1.6 ആയത് HYSD ബാർ ആയത് കാരണം 60% ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് 1.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ LDയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 564.14 ആണ്. അങ്ങനെ കോളത്തിൽ നിന്ന് വരുന്ന ബാറ് കോളത്തിന്റെ ഫേസും കഴിഞ്ഞ് 565 mm എക്സ്റ്റെൻഡ് ചെയ്യണം. നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ അതെങ്ങനെ കിട്ടും, നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ്. ടോട്ടൽ ലെങ്ത് ഇവിടെ നമുക്ക് രണ്ട് ഡയറക്ഷനിലും കിട്ടും. ഈ ഒരു കോളത്തിന്റെ ബാർ ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യണം, ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യണം. കാരണം ഈ പോർഷനിൽ വരുന്ന ബാറുകൾ ഇങ്ങോട്ടും ഈ പോർഷനിൽ വരുന്ന ബാറുകൾ ഇങ്ങോട്ടുമാണ്. ഇവിടെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഈ ഭാഗത്തായിരിക്കും, ഇവിടെ ആയിരിക്കും അല്ലെ, കാരണം ഇവിടെ ബ്രെഡ്ത്ത് വരുന്നത്, അതായത് വിഡ്ത്ത് ലെങ്ത് കുറഞ്ഞ പോർഷൻ ഇവിടെയാണ്. അപ്പൊ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ചെക്ക് ചെയ്യാം. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഈ സ്ഥലത്ത് എന്തായാലും സ്പേസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ലീസ്റ്റ് ആയിട്ട് വരുന്ന പോർഷൻ ഇതാണ്. അപ്പൊ ഈ ഒരു ഡയറക്ഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പൊ B - B അല്ലെ, B - Bന്റെ പകുതി എടുത്താൽ എന്താവും, ഇത്രയും ഡിസ്റ്റൻസ് കിട്ടും. ഇത്രയും ഡിസ്റ്റൻസ് കിട്ടും. എന്നിട്ട് അവിടെ നിന്ന് എൻഡിലുള്ള ഒരു എഫക്റ്റീവ് കവർ കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ലെങ്ത് എത്ര ലെങ്ത് വരെ പോവാം എന്ന് കിട്ടും. അങ്ങനെ 2000 - 400/2 - 60 you will get 740 mm. നമുക്ക് അവൈലബിൾ ആയിട്ട് ലെങ്ത് ബാർ ബെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ലെങ്ത് 740 mm വരെ ഉണ്ട്. നമുക്ക് എത്രയേ വേണ്ടു, 565 mm വരെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത് ഈസ് ഓക്കെ.
ഇനി ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എലോങ് ലെങ്ത് ഉള്ള ബാറാണ് പ്രൈമറി ബാർ. അവിടെയാണ് ബെൻഡിങ് മൊമെന്റ് ഹയർ ആയിട്ട് വന്നിട്ടുള്ളത്. പ്രൈമറി ബാർ അതാണ്. അപ്പോൾ 3 മീറ്റർ പ്ലാൻ ഏരിയ കാണിക്കുമ്പോൾ ഈ ഒരു ലൈനായിട്ട് കാണിക്കുന്ന ബാറാണ് പ്രൈമറി ബാർ അല്ലെ, ബോട്ടം ലെയർ. അത് ബോട്ടത്തിൽ തന്നെ കാണിക്കണം, കാരണം 3 മീറ്ററിന്റെ അക്രോസ് ക്രോസ് സെക്ഷൻ വരയ്ക്കുമ്പോൾ. ഇനി 2 മീറ്റർ അക്രോസ് ആണ് ക്രോസ് സെക്ഷൻ വരച്ചിട്ടുണ്ടെങ്കിൽ നേരെ തിരിയും. ഡോട്ടഡ് ബാർസ് താഴെ വരും, ഈ ഒരു സ്ട്രൈറ്റ് ബാർ മുകളിലും വരും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൈമറി ബാർ എത്രയാണ്? 12.5 at 17 നമ്പർ. ഇവിടെ ഹാഷ് 17 12.5 എന്നും കൊടുക്കാം, ഇങ്ങനെയും നൊട്ടേറ്റ് ചെയ്യാം. 17 നമ്പർ എന്നും എഴുതാം. 12.5 17 നമ്പർ. ഇവിടെ സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് അലോങ് ബി അല്ലെ, അലോങ് ബി 12.5 at 12 നമ്പർ. ഇത്രയാണ് ഒരു ഡിസൈൻ വരുന്നത്. ഡീറ്റെയിലിങ്ങോട് കൂടി ഡിസൈൻ കഴിഞ്ഞു. റെക്ടാങ്കുലർ ഫൂട്ടിംഗ്. ഈ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സ്ക്വയർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം അതിൽ ഒരുപാട് സ്റ്റെപ്പുകൾ കുറയാണ് സ്ക്വയറിന്റെ കേസ് വരുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് 2 പ്രോബ്ലം കൂടെ ചെയ്യാം. അത് രണ്ടും നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒന്ന് വളരെ സിമ്പിൾ ആണ്, അതാണ് നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫൈൻഡ് ദ എഫക്റ്റീവ് ഡെപ്ത് ഫ്രം ബെൻഡിങ് കൺസിഡറേഷൻ ഫോർ എ സ്ക്വയർ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഓഫ് യൂണിഫോം തിക്നെസ് for a column having size of 300 by 300 mm carrying a load of 2000 kilonewton. The bearing capacity of soil is 180 kilonewton per meter square. Use M25 concrete and Fe 415 steel. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ ഫൂട്ടിംഗ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഐസൊലേറ്റഡ് ആണ്, ലോഡ് തന്നിട്ടുണ്ട്, കോളത്തിന്റെ സൈസ് തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബെൻഡിങ് കൺസിഡറേഷൻ വെച്ച് മാത്രം എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിച്ചാൽ മതി. അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, അല്ലാതെ ഇതൊരു ഡിസൈൻ പ്രോബ്ലം അല്ല. ആക്ച്വലി ഒരു കാൽക്കുലേഷൻ ആണ്. ഡെപ്ത് ഫ്രം ബെൻഡിങ് കൺസിഡറേഷൻ ഓൺലി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമ്മൾ ഗിവൺ ഡാറ്റ ഈക്വൽ W ഈക്വൽ 2000, സൈസ് ഓഫ് കോളം ഈസ് സ്ക്വയർ ആൻഡ് 300 by 300, grade of concrete is M25, grade of steel is Fe 415 and SBC of soil is 180 kilonewton per meter square. സ്റ്റെപ്പുകൾ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, സൈസ് ഓഫ് ഫൂട്ടിംഗ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. W ഈക്വൽ ടു 2000 kilonewton. വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു, 10% ഓഫ് W ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ 200 kilonewton. ടോട്ടൽ ലോഡ് വിൽ ബി 2200 kilonewton. ഏരിയ ഓഫ് ഫൂട്ടിംഗ് വിൽ ബി ഈക്വൽ ടു total load divided by SBC 2200 by 180, that will be equal to 12.22 m square meter square, because SBC in kilonewton meter square, kilonewton per meter square. Okay, then footing square ആയതുകൊണ്ട് തന്നെ നമ്മൾ B square will be equal to 12.22 and B will be equal to root of 12.22. നമുക്ക് B യുടെ വാല്യൂ കിട്ടുന്നത് 3.49 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, 3.5 പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ സ്ക്വയർ ഫൂട്ടിംഗ് ഓഫ് സൈസ് 3.5 by 3.5. ഓക്കെ, ഇനി നമ്മൾ നെറ്റ് അപ്വേർഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ ലോഡ് 2000 by 3.5 by 3.5, that will be equal to 163.3 kilonewton per meter square. നമ്മുടെ P0 യുടെ വാല്യൂ 163.3 kilonewton per meter square. ഇത് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ഇവിടെ തന്നെ ഫാക്ടേഡ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് ഷിയർ ഫോഴ്സിനോ ബെൻഡിങ് മൊമെന്റിനും സെപ്പറേറ്റ് ഫാക്ടേഡ് ആക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെയും ചെയ്യാം. ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യും. ഓക്കെ, ഡെപ്ത് ഓൺ ദ ബേസിസ് ഓഫ് ബെൻഡിങ് കംപ്രഷൻ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ സ്ക്വയർ ഫൂട്ടിംഗ് ആണ്, XX YY അങ്ങനെയല്ല, രണ്ട് ഡയറക്ഷനിലും സിമെട്രിക് ആണ്. ഏതെങ്കിലും ഒരു ഡയറക്ഷനും രണ്ടും സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റെപ്പുകൾ പകുതി കുറഞ്ഞു, കാരണം XX YY കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഒരു ഡയറക്ഷനിൽ മാത്രമേ. രണ്ടും സിമെട്രിക് ആയതുകൊണ്ട് ഒരു ഡയറക്ഷനിൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ we will be equal to P0 into B into B minus B the whole square by 8. P0 is 163.3 into 3.5 into 3.5 minus 0.3 the whole square by 8. അങ്ങനെ MXX ന്റെ വാല്യൂ കിട്ടുന്നത് 731.58 kilonewton meter. ഡിസൈൻ ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 1.5 into MXX, you will get 1097.4 kilonewton meter. അതാണ് ഇവിടെ കിട്ടുന്ന വാല്യൂ. അങ്ങനെ നമ്മുടെ ഇക്വേഷനിൽ Fe 415 സ്റ്റീൽ ആയതുകൊണ്ട് നമ്മൾ D എന്ത് ചെയ്യുന്നു, റൂട്ട് ഓഫ് MU ലിമിറ്റ് ബൈ 0.138 FCKB എന്നുള്ള ഇക്വേഷൻ പുട്ട് ചെയ്യുന്നു.
അങ്ങനെ നമുക്ക് ഡെപ്ത് കിട്ടുന്നത് 301.5 ആണ്. ഇവിടെ ഒരു ഡിസൈൻ പ്രോബ്ലം അല്ല, ജസ്റ്റ് ഒരു ഡെപ്ത്, എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാൻ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഈ 301.5 എന്നുള്ള വാല്യൂ എഴുതിയാൽ മാത്രം മതി. ഇത്രയാണ്. അത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. വളരെ സിമ്പിൾ ആണ്. ഇവിടെ ആകെ അറിയേണ്ടത് ഇക്വേഷൻ മാത്രമാണ്. ഇക്വേഷൻ അറിയില്ലെങ്കിലും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേഷൻ ആണ്. ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് കൃത്യമായിട്ട് മനസ്സിലാവുന്നവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു ഡിസൈൻ പ്രോബ്ലം കൂടെ ചെയ്താൽ നമുക്ക് ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ നമുക്ക് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം. ഫൂട്ടിംഗ് എന്നുള്ള പോർഷൻ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. Design a square footing of uniform thickness for an axially loaded column of 450 mm by 450 mm. The safe bearing capacity of soil is 190 kN per meter square. Load on column is 850 kN and use M20 concrete and Fe 415 steel. ഇവിടെ ഡിസൈൻ ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാ സ്റ്റെപ്പുകളും ചെയ്യേണ്ടി വരും. നമുക്ക് ഉള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് സ്ക്വയർ ഫൂട്ടിംഗ് ആണ്, കുറച്ച് സ്റ്റെപ്പ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് given data എഴുതാം. W equal to 850 kN, size of column is 450 by 450, grade of concrete is M20, grade of steel is Fe 415 and SBC equal to 190 kN per meter square. Same step തന്നെയാണ്. Determination of size of footing, that is W equal to 850 kN. Weight of footing is W dash 10% of W, that will be 85 kN. നമുക്ക് ടോട്ടൽ ലോഡ് 850 പ്ലസ് 85, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 935 കിലോ ന്യൂട്ടൺ. നമ്മൾ ഏരിയ ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കുന്നു. ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 935 by 190. അങ്ങനെ വാല്യൂ കിട്ടുന്നു. ഏരിയ ഓഫ് ഫൂട്ടിംഗ് ആസ് 4.92 മീറ്റർ സ്ക്വയർ. 4.92 മീറ്റർ സ്ക്വയർ, സ്ക്വയർ ഫൂട്ടിംഗ് ആയത് കാരണം നമ്മൾ ചെയ്യുന്നു സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4.92 മീറ്റർ, that will be equal to 2.22 meter ആണ് കിട്ടുന്നത്. നമ്മൾ റൗണ്ട് ചെയ്ത് 2.25 meter. Provide footing of size 2.25 by 2.25 അല്ലെങ്കിൽ provide square footing of size 2.25 meter. നമ്മൾ P0 കണ്ടുപിടിക്കുന്നു. ഏരിയ ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? P0. നെറ്റ് അപ്വേർഡ് പ്രഷർ P0 equal to 850 by 2.25 into 2.25, that will be equal to 167.9 kilonewton per meter square. ഇനി സെയിം തന്നെ ഡെപ്ത് ഓൺ ദ ബേസിസ് ഓഫ് ബെൻഡിങ് കംപ്രഷൻ. ഡെപ്ത് ഓൺ ദ ബേസിസ് ഓഫ് ബെൻഡിങ് കംപ്രഷൻ ഇവിടെ നമ്മൾ പറഞ്ഞു സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. എക്സും വൈയും സെയിം തന്നെയാണ്. ഏതെങ്കിലും ഒരു ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ചാൽ മതി, സെയിം തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ വി ഹാവ് ബി ഈക്വൽ ടു 2.25 ആൻഡ് സ്മോൾ ബി കോളത്തിന്റെ വിടുത്ത് എത്രയാണ്? 0.45 മീറ്റർ. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് MXX ഈക്വൽ ടു P0 ഇൻറ്റു ബി ഇൻറ്റു ക്യാപിറ്റൽ ബി മൈനസ് സ്മോൾ ബി ദ ഹോൾ സ്ക്വയർ ബൈ 8. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 167.9 ഇൻറ്റു 2.25. 2.25 ഇൻറ്റു 2.25 മൈനസ് 0.45 ദ ഹോൾ സ്ക്വയർ ബൈ 8. അങ്ങനെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 153 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഇവിടെ ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ വിൽ ബി ഈക്വൽ ടു 153 കിലോ ന്യൂട്ടൺ. ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഫേസ് ഓഫ് ദി കോളം അല്ലെ, ഫേസ് ഓഫ് ദി കോളം വരുന്ന ലൈനിലാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ്, നമുക്ക് അങ്ങനെ എക്സും വൈയും സെപ്പറേറ്റ് ഇല്ല. കാരണം എന്താണ്? സ്ക്വയർ ഫൂട്ടിംഗ് ആണ്, രണ്ടും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഡിസൈൻ ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു 1.5 ഇൻറ്റു MXX, that will be equal to 1.5 into 153. You will get the value as 229.5 kilonewton per meter. Kilonewton meter, sorry. അങ്ങനെ നമ്മുടെ MU ലിമിറ്റിന്റെ ഇക്വേഷനിൽ നിന്ന് Fe 415 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് ഫോം ഉപയോഗിക്കാം. D equal to root of MU limit by 0.138 FCKB. ഇവിടെ MU ലിമിറ്റ് എന്ന് പറയുന്നത് 229.5 ആണ്. അതിനെ ന്യൂട്ടൺ MM-ലോട്ട് മാറ്റാനാണ് ഇൻറ്റു 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. 0.138 ഇൻറ്റു FCKയുടെ വാല്യൂ 20, ബിയുടെ വാല്യൂ 2.25 മീറ്റർ, അതായത് 2250 mm. അങ്ങനെ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 192.24 mm. നമ്മൾ എന്ത് ചെയ്യുന്നു? 200 mm-ലോട്ട് റൗണ്ട് ചെയ്യും.
60 mm FFT cover provide ചെയ്താൽ depth of footing will be equal to 260 mm. ഓക്കെ, ഇനി അപ്പോൾ ബെൻഡിങ് കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്ക് ഡെപ്ത് കിട്ടി. ഇനി എന്താണ് ഡെപ്ത് ഓൺ ദ ബേസിസ് ഓഫ് വൺ വേ ഷിയർ. ഡെപ്ത് ഓൺ ദ ബേസിസ് ഓഫ് വൺ വേ ഷിയർ. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യില്ല, 1 1 2 2 സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ബിയുടെ വാല്യൂ 2.25, സ്മോൾ ബിയുടെ വാല്യൂ 0.45, ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്, P0 ഇൻറ്റു ബി ഇൻറ്റു ബി മൈനസ് ബി ബൈ 2 മൈനസ് ഡി. ഈ വാല്യൂ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയുന്നത്, നമ്മുടെ കോളത്തിൽ നിന്നും സ്മോൾ ഡി മാറിയിട്ടുള്ള സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഷിയർ ഫോഴ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വിഡ്ത്തിന്റെ ഏരിയ ഇൻറ്റു P0 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ വിഡ്ത്തിന്റെ ഏരിയ ആണ് ബി മൈനസ് ബി ബൈ 2 മൈനസ് ഡി ഇൻറ്റു ബി ഇൻറ്റു P0 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് ആയി. അങ്ങനെ നമുക്ക് വാല്യൂ പുട്ട് ചെയ്യുന്നു 167.9 എന്ന് പറയുന്ന P0യുടെ വാല്യൂ ഇൻറ്റു 2.25 ഇൻറ്റു 2.25 മൈനസ് 0.45 ബൈ 2 മൈനസ് ഡി. നമുക്ക് ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ടോസിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ 377.775 മൈനസ് 0.9 മൈനസ് ഡി ഇൻറ്റു 0.9 മൈനസ് ഡി ഇൻ കിലോ ന്യൂട്ടൺ. അത് ന്യൂട്ടണിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്നു 3,475 ഇൻറ്റു 1.2 മൈനസ് ഡി ന്യൂട്ടൺ. ഫാക്ടേഡ് ആക്കാൻ അതിനെ 1.5 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ വാല്യൂ കിട്ടുന്നു. നമ്മുടെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ വി ഈക്വൽ ടു വി യു ബൈ ബി ഡി. വി യു ബൈ ബി ഡി. നമുക്ക് ഷിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി. 4/6 2.5 ഇൻറ്റു 0.9 മൈനസ് ഡി ബൈ 2.25 ഡി. നമ്മുടെ ഡിയിലുള്ള ഇക്വേഷൻസ് കിട്ടി. പ്രത്യേകം നോട്ട് ചെയ്യണം, ഈ വാല്യൂ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ അണ്ടർ റെയിൻഫോഴ്സ് സെക്ഷൻ അസ്യൂം ചെയ്ത് പെർസെൻറ്റേജ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് 0.3% അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ for M20 concrete you will get tau c equal to 0.384 Newton per mm square from table 19 page 73. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്, ഇന്റർപോളേഷൻ വരുന്ന മെത്തേഡ് ആണ്. ഇനി നിങ്ങൾക്ക് കൺവീനിയൻസിന് വേണമെങ്കിൽ 0.25 അസ്യൂം ചെയ്താൽ ഡയറക്റ്റ് വാല്യൂ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാം. ഞങ്ങൾ എല്ലാ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിൽ എല്ലാ സ്റ്റെപ്പുകളും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഡിസൈൻ പ്രോബ്ലം സെലക്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആണെങ്കിൽ 0.25 അസ്യൂം ചെയ്യാം. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് M20യുടെ വാല്യൂ ആ ടേബിളിൽ നിന്ന് കിട്ടും. ഇന്റർപോളേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അങ്ങനെ ടോസിയും ടോവിയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡി വിൽ ബി ഈക്വൽ ടു 0.356. അപ്പോൾ സ്മോൾ ഡി വിൽ ബി 360 നമ്മൾ റൗണ്ട് ചെയ്യും. അപ്പോൾ വൺ വേ ഷിയർ കൺസിഡർ ചെയ്യുന്ന ഡെപ്ത് ആണ് ഹയർ. സോ പ്രൊവൈഡ് 60 mm FFT cover, depth of total depth will be equal to 420 mm. 420 mm ആണ് നമുക്ക് വരുന്ന വാല്യൂ. ഇനി ഡിസൈൻ ഡെപ്ത് കണ്ടുപിടിച്ചു. ജസ്റ്റ് ചെക്ക് ഫോർ ടു വേ ഷിയർ. ടു വേ ഷിയറിന്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. പഞ്ചിങ് ഷിയർ ഫോഴ്സ് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ വിൽ ബി ഈക്വൽ ടു P0 ഇൻറ്റു നമ്മൾ പറഞ്ഞു ഈ ഒരു ഹാച്ച്ഡ് പോർഷന്റെ ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ ഏരിയയിൽ നിന്നും ഈ ഡോട്ടഡ് റെക്ടാങ്കിളിന്റെ ഏരിയ കുറക്കുന്നു അല്ലെ. ടോട്ടൽ ഏരിയ ബി സ്ക്വയർ മൈനസ് ബി പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ അല്ലെ. ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് ബി പ്ലസ് ഡി ആണ്. റെക്ടാങ്കുലർ ആയതുകൊണ്ട് സ്ക്വയർ ആയതുകൊണ്ട് ഇക്വേഷൻസ് ഒന്നുകൂടി സിമ്പിൾ ആയി. അപ്പോൾ P0 ഇൻറ്റു ബി സ്ക്വയർ മൈനസ് ബി പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ 167.9 minus into 2.25 the whole square minus 0.45 plus 0.36 the whole square. You will get the value as 739.83 kilonewton. 739.83 kilonewton. Factored shear force will be 1.5 times 739.83. That will be equal to 1109.75. ഇവിടെ ഷിയർ ഫോഴ്സ് കിട്ടി. നമുക്ക് എന്താണ് കിട്ടുന്നത്? ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് കിട്ടി. നമുക്ക് ഷിയർ സ്ട്രെസ് ആണ് വേണ്ടത്. ഷിയർ സ്ട്രെസ് ടോ വി ഈക്വൽ ടു വി ബൈ പെരിമീറ്റർ ഇൻറ്റു ഡി. വി ബൈ പെരിമീറ്റർ എത്രയാണ്? ബി പ്ലസ് ഡി ഇൻറ്റു 4 ടൈംസ് ബി പ്ലസ് ഡി. ഒരു സൈഡ് എന്ന് പറയുന്നത് ബി പ്ലസ് ഡി ആണ്. അപ്പൊ 4 സൈഡ് കൂടി കൂട്ടി 4 ഇൻറ്റു ബി പ്ലസ് ഡി.
വി ബൈ 4 ഇൻറ്റു ബി പ്ലസ് ഡി ഇൻറ്റു ഡി, അതാണ് ഷിയറിംഗ് ഏരിയ അവിടെ വരുന്നത്. ഇപ്പോൾ 1109.75 ഇൻറ്റു 10⁻³ ബൈ 4 ഇൻറ്റു 0.45 പ്ലസ് 0.36 ഇൻറ്റു 0.36. 0.36 ആണ് നമ്മുടെ സ്മോൾ ഡി കിട്ടിയത്. അങ്ങനെ നമുക്ക് കിട്ടുന്നത് വാല്യൂ എന്ന് പറയുന്നത് 951431.76 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.951 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പോൾ ടോവിയുടെ വാല്യൂ 0.951 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഇനി നമുക്ക് കിട്ടേണ്ടത് അലോവബിൾ ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ഇൻ കേസ് ഓഫ് പഞ്ചിങ് ഷിയർ. അതെന്ന് പറയുന്നത് നമുക്കറിയാം KS ഇൻറ്റു 0.25 റൂട്ട് FCK ആണ്. KSന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 പ്ലസ് ബീറ്റ സി, അത് 1നേക്കാളും കൂടാൻ പാടില്ല എന്നും പറഞ്ഞു. ബീറ്റ സി എന്ന് പറയുന്നത് ഷോർട്ട് സൈഡ് ടു ലോങ് സൈഡ് ആണ്. ഇവിടെ സ്ക്വയർ കോൾ ആയതുകൊണ്ട് ഷോർട്ടും ലോങ്ങും സെയിം ആയതുകൊണ്ട് ബീറ്റ സിയുടെ വാല്യൂ 1 വരും. അങ്ങനെ KSന്റെ വാല്യൂ 1.5 വരും. പക്ഷെ എന്താണ് 1നേക്കാളും കൂടാൻ പാടില്ലാത്തതുകൊണ്ട് KSന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു 1 എടുക്കുന്നു. അങ്ങനെ ടോസി ഈക്വൽ ടു 1 ഇൻറ്റു 0.25 ഇൻറ്റു റൂട്ട് FCK. that will be equal to 1.18. അത് എന്ന് പറയുന്നത് നമ്മുടെ 0.951നേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പഞ്ചിങ് ഷിയറിന്റെ ചെക്ക് ഓക്കെ ആണ്, സേഫ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 360 mm. ക്യാപിറ്റൽ ഡി വിൽ ബി ഈക്വൽ ടു 420 mm. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് ഏരിയ ഓഫ് സ്റ്റീൽ അല്ലെ, ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒന്നുകൂടി സിമ്പിൾ ആണ്. ഒരു ഡയറക്ഷനിൽ മാത്രം സ്റ്റീൽ കണ്ടുപിടിച്ചാൽ മതി. അതേ സെയിം തന്നെയാണ് അടുത്ത ഡയറക്ഷനിലും വരിക. ഒന്നിന്റെ മുകളിലായിട്ട് കൊടുക്കുന്നു എന്ന് മാത്രം, 2 ലെയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ MUയുടെ വാല്യൂ നമുക്കറിയാം 229.5 × 10⁶ ന്യൂട്ടൺ mm ഈക്വൽ ടു 0.87415 AST 360 ഇൻറ്റു 1 മൈനസ് 415 AST ബൈ 2250 ഇൻറ്റു 360 ഇൻറ്റു 20. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ASTയുടെ വാല്യൂ കിട്ടുന്നത് 1853.71 mm സ്ക്വയർ ആണ്. അസ്യൂമിങ് 16 mm ഡയാബാർസ്, നമ്മളിവിടെ 16 mm ഡയാബാർസ് അസ്യൂം ചെയ്യുകയാണ്. നമ്പർ ഓഫ് ബാർസ് വിൽ ബി ഏരിയ ഓഫ് സ്റ്റീൽ ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് 1 റീഇൻഫോഴ്സ്മെന്റ് 1 ബാർ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 9.22. അങ്ങനെ 10 ബാർ നമ്മൾ റൗണ്ട് ചെയ്യും. സോ പ്രൊവൈഡ് 10 numbers of 16 mm bars along each direction. 2 ഡയറക്ഷൻ അല്ലേ, ഒരു X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും നമ്മൾ 10 ബാറുകൾ 16 mm 10 ബാറുകൾ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ചെക്കാണ് അടുത്തത്. നമ്മൾ 16 mm ബാർ കോളത്തിൽ വരും എന്ന രീതിയിൽ അസ്യൂം ചെയ്യുന്നു. 0.875 by 4 tau BD. അങ്ങനെ LD കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് 752.18 mm ആണ്. നമുക്ക് ലെങ്ത് അവൈലബിൾ ആയിട്ടുള്ളത് 2250 minus 450 അല്ലേ, B minus B by 2 minus 60. 2250 minus 450 by 2 minus 60 you will get as 840 mm. അതെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ലെങ്ത്തിനേക്കാളും കൂടുതലായതുകൊണ്ട് ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്തും ഓക്കെയാണ്. ഇനി അടുത്തത് ഡീറ്റെയിൽ. ഇവിടെ കുറച്ചുകൂടി സ്പേസിങ് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം ഡ്രോ ചെയ്യുമ്പോൾ. മാത്രമല്ല ഈ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഈ കോളം ഇങ്ങനെ എഡിജാക്കിയത് ഇവിടെ കട്ടിംഗ് ലൈൻ കാണിക്കണം. ആക്ച്വലി ഇവിടെ കട്ടിംഗ് ലൈൻ കാണിക്കണം. കോളം കണ്ടിന്യൂസ് ആയിട്ട് മേലോട്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ ഡെപ്തും കൂടെ പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത ഡെപ്ത് നമുക്ക് കിട്ടിയ 420 കൂടെ ഇതിൽ കാണിക്കണം. ഓക്കെ, നമുക്ക് മെയിൻ ബാർ ആയിട്ടുള്ളത് 16.5 10 നമ്പർ, മെയിനും സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് എല്ലാം സെയിം ആണ് അല്ലെ, 16.5 10 നമ്പർ. നമ്മൾ അത് സെയിം ആയിട്ട് കൊടുത്താൽ മതി, സ്ക്വയർ ഫൂട്ടിംഗ് ആയതുകൊണ്ട്. ഇത്രയാണ് ഇതിൽ വരുന്ന ഡിസൈനുകൾ. സ്ക്വയറും റെക്ടാങ്കുലറും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ബെൻഡിങ് കംപ്രഷൻ വെച്ച് മാത്രം വരുന്ന ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് നമ്മുടെ ഫൂട്ടിങ്ങിന്റെ കേസ് നിങ്ങൾക്ക് മൊത്തം പഠിക്കാനുള്ളത്. ഇനി നമുക്ക് 4th മൊഡ്യൂളിൽ ബാലൻസ് ഉള്ളത് ഡിസൈൻ ഓഫ് സ്റ്റെയർ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, അതാണ് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മാക്സിമം നിങ്ങൾക്ക് വന്ന പ്രോബ്ലംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കേസ് തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക, വളരെ സിമ്പിൾ ആണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിവേ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.